ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്രയും കാലം അയാളുള്ള ആ വീട്ടിൽ അയാളുടെ ഉമ്മയും അയാളുടെ പെങ്ങളും അയാളുടെ മകളും ഒക്കെ എങ്ങനെ താമസിച്ചു, എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി തോന്നുന്നത്. ഇതുപോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ജനം അറിയണം, മറ്റുള്ളവർ അറിയണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ അയാളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളോടും വീട്ടിലുള്ള സ്ത്രീകളോടും ഒക്കെ ഇതേ മനോഭാവം തന്നെ വെച്ചു പുലർത്തുന്ന ആൾക്കാരായിരിക്കും. ഈ റയ ടോക്ക് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർക്ക് ഉണ്ടായ മോശം അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ വീടിനടുത്ത് ഒരു തോടുണ്ട്. വേനൽക്കാലമായപ്പോ വറ്റി വരണ്ടു പോയൊരു തോടാണ്. സാധാരണ മഴക്കാലത്ത് രാത്രികളിലാണ് ഈ തോട്ടിൽ വെള്ളം നിറയാറ്. അതുകൊണ്ട് തന്നെ വറ്റി വരണ്ട ഈ തോട്ടിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് ആരും കാണാറില്ല. എന്നാൽ ഇത്തവണ ഒരു ദിവസം പകൽ സമയത്താണ് ഈ തോട്ടിലേക്ക് വെള്ളം ഒഴുകി എത്തിയത്. ഇത് കണ്ട റയ്ഹ എന്താക്കി, തോട്ടിലേക്ക് വെള്ളം കയറി വരുന്നത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് റയ്ഹ വീഡിയോ ഷെയർ ചെയ്തത്. നമുക്ക് എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. വെള്ളം അങ്ങോട്ട് കേറി നിന്നോ, ഈ കേറിയിട്ട് ഇറങ്ങിയിട്ടെങ്കിൽ വെള്ളം കാലമ വെള്ളം ഉറപ്പാ. ആദ്യത്തെ വെള്ളമാണ്, ചെളി വെള്ളമാണ്. ഇവിടെ വെള്ളം വരുന്ന കാഴ്ചയാണിത്. അതൊക്കെ, പക്ഷെ എന്നാലും ഇത്ര വെള്ളം വരാനൊക്കെ മഴ ഇതാ ഇവിടെ മഴ ഇതുണ്ടാവൂലേ? ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു കാഴ്ച കണ്ടു. നിങ്ങളെ കണ്ടിണ്ടാ? വെള്ളം വെച്ചേ എടാ, അവിടെ ഒന്നും വെള്ളമില്ല. വെള്ളമില്ലാത്ത പ്രദേശത്തോടാ വെള്ളം വറ്റി പോയതാ. വേനലായപ്പോഴേ നമുക്ക് അപ്പുറം പോയി നോക്കാം കേട്ടാ. ആ തോടാണ് ഈ കാണുന്നത്. എനിക്ക് ഇത്ര ആങ്സൈറ്റി ഇത്രയും എന്താന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാന് ഒരു വയസ്സ് മുതൽ ഈ ഇരുട്ടോട് തോടിന്റെ അടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്ന കാഴ്ച കാണുന്നത്. ഇതിപ്പോ ഇത്ര ആക്രാന്തത്തിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ മഴ പകല് പെയ്യും, രാത്രിയില് ആണ് തോട്ടിൽ വെള്ളം കയറുക. ഈ തോട്ടിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നത് ഞങ്ങൾ കാണലില്ല. രാവിലെ നീറ്റ് നോക്കുന്ന സമയത്ത് തോട്ടിൽ വെള്ളമായിട്ടുണ്ടാവും. അപ്പൊ എടേ തോട്ടിൽ വെള്ളമായിട്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരാഘോഷം ഉണ്ടാവും. അത് ഇന്ന് നമ്മളിങ്ങനെ നേരിൽ വെള്ളം ഒഴുകി വരുന്നതിനെ കാണുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷം നമ്മൾ വേറെ ഇതിന് മുന്നേ തീരെ കാണാത്തൊരു കാഴ്ച, വലിയ കൗതുകമുള്ള ഒരു കാഴ്ച എന്നാണ്. കാരണം അവിടെ നിന്ന് ദൂരെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. ഓക്കെ, ഇതാണ് വിവാദമായ വീഡിയോ. നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. അവരവരുടെ വീട്ടിനടുത്തുള്ള തോട്ടിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന കാഴ്ച ആദ്യമായിട്ട് കാണാണ്. അവർക്ക് അതിൽ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. പോരാത്തതിന് ഒരു കണ്ടന്റും കിട്ടി. വേറെയും ആൾക്കാർ ഈ വെള്ളം ഒഴുകി വരുന്ന കാഴ്ച കാണാൻ നിൽക്കുന്നുണ്ട്. സോ അവരതെല്ലാം ഷൂട്ട് ചെയ്തൊരു വ്ലോഗാക്കി, അത്രേ ഉള്ളൂ. ഇതിലിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ ഞാനാണെങ്കിൽ സ്കിപ്പ് അടിച്ചു പോകും. കാരണം എനിക്കിത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. മെയ് 18 ഇവർ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഉണ്ട്. അതെല്ലാം സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലി വ്ളോഗറൊക്കെ ആകുമ്പോൾ ഇവരുടെ പഴയ വീഡിയോകൾ ആൾക്കാരിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് കമന്റുകളായി പുതിയ വീഡിയോകളിലൂടെ പുറത്തു വരാറുണ്ട്. എന്നാൽ ഈ തോട്ടിൽ വെള്ളം വരുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഡബിൾ മീനിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലിപ്പോ എന്താ ഇത്ര ഡബിൾ മീനിങ് പറയാൻ മാത്രമുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും അല്ലെ? അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. മിക്ക ഡബിൾ മീനിങ് കമന്റുകളും ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഒന്ന് മാത്രം അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ റയ്ഹ എന്താക്കി, ആ കമന്റ് അങ്ങ് തെരഞ്ഞു പിടിച്ച് റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. ആ കമന്റ് ഇങ്ങനെയാണ്: നീ മലർന്ന് കിടക്ക്, വെള്ളം വരുന്നത് ഞാൻ കാണിച്ചു തരാം എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്? ഇതിപ്പോ ഡബിൾ മീനിങ് എന്ന് പോലും പറയാൻ പറ്റൂല അല്ലെ? നേരിട്ട് വൃത്തികേട് ഛർദ്ദിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു തോട്ടിലൂടെ വെള്ളം ഒഴുകി വരുന്നത് കാണിക്കുന്ന വീഡിയോയിൽ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല അല്ലെ? എന്തായാലും ഇത് കണ്ട റയ്ഹ എന്താക്കി, ഇതിനെതിരെ പ്രതികരിച്ചൊരു വീഡിയോ ചെയ്തു. നമുക്ക് എന്തായാലും അതിനെ കുറിച്ച് പറയുന്ന ഭാഗം കണ്ടിട്ട് തിരിച്ചു വരാം. ഈ കമന്റ് കണ്ടപ്പോ ഞാൻ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് വെള്ളയിട്ടിട്ടുള്ള മനദേഹമാണ് അതുങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്റെ പോസ്റ്റിൽ എനിക്ക് നെഗറ്റീവ് കമന്റ് ചെയ്ത് ആദ്യമായിട്ടൊന്നല്ല. പക്ഷെ സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പബ്ലിക് ആയിട്ട് ഇത്രയും വൾഗറായിട്ട് ഒരു കമന്റ് ഇട്ടപ്പോ അതാണ് എന്നെ ആശങ്കപ്പെടുത്തിയത്. ഞാൻ അയാളുടെ പ്രൊഫൈൽ ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് അതിൽ അയാളുടെ ഉമ്മയാണ് തോന്നുന്നത്. പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്, അതുപോലെ മുനവറലി തങ്ങളുണ്ട്, അതുപോലെ CS സെന്ററിന്റെ പിക്ചർ ഉണ്ട്, അതുപോലെ ലീഗിന്റെ കൊടി, ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും സംസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ അയാളുടെ ഉമ്മാനെ വാപ്പനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു പ്രായമായിട്ടുള്ള ആൾക്കാർ, എനിക്ക് ഉമ്മയും ബാപ്പയൊക്കെ ഉള്ളതാണ്.
അപ്പൊ അതുകൊണ്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇയാളുടെ ഫോട്ടോ കണ്ട സമയത്ത് എന്തായാലും 19 വയസ്സ് അയാൾക്ക് ഉണ്ട്. അപ്പൊ അയാളുടെ അമ്മ അയാൾക്ക് എന്തായാലും ഒരു 10-20 വയസ്സിന് മൂപ്പുള്ള ആളാണ്. അത്രയും പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ നമ്മൾ പറയുന്നത് മോശമാണ്. അതുകൊണ്ട് അവരെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്രയും കാലം അയാളുള്ള ആ വീട്ടിൽ അയാളുടെ ഉമ്മയും അയാളുടെ പെങ്ങളും അയാളുടെ മകളും ഒക്കെ എങ്ങനെ താമസിച്ചു, എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി തോന്നുന്നത്. ഇതുപോലെ പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും വൾഗറായിട്ട് ഒരു കമന്റ് ചെയ്യാൻ ആൾക്ക് എങ്ങനെ ധൈര്യം വന്നെന്നുള്ളതാണ്. അത് സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ കമന്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ജനം അറിയണം, മറ്റുള്ളവർ അറിയണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ അയാളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളോടും വീട്ടിലുള്ള സ്ത്രീകളോടും ഒക്കെ ഇതേ മനോഭാവം തന്നെ വെച്ച് പുലർത്തുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇയാളുടെ കുടുംബത്തിൽ ഇയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട് ഇയാളുടെ വീട്ടിലുള്ള ആൾക്കാരോടും കൂടിയിട്ടാണ്. കാരണം നിങ്ങളൊക്കെ സ്ത്രീകളായിട്ടുള്ള ഇയാൾ ഇടപഴകുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ചേ പറ്റുള്ളൂ. കാരണം എല്ലാ ആൾക്കാരോടും ഇയാള് ഇപ്പൊ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയാൻ ഇയാൾക്ക് ഒരു മടിയും ഇല്ല എന്നുണ്ടെങ്കിൽ, അതും സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് ഇയാൾക്ക് പറയാൻ ഒരു മടി ഇല്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഇയാളുടെ മുടി ഒരു സ്ത്രീ എങ്ങാനും അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒറ്റയ്ക്ക് എങ്ങാനും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ സ്ത്രീന്റെ ഒരു അവസ്ഥ? എങ്ങനെയായിരിക്കും ആ സ്ത്രീയോട് ഇയാള് ബിഹേവ് ചെയ്യുന്നത്? ഇയാൾ എന്തൊക്കെയായിരിക്കും അവരോടൊക്കെ പെരുമാറുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പ്രൊഫൈലൊക്കെ ഇതിപ്പം ലീഗിന്റെ കൂടി ഇയാൾ ശ്രദ്ധിക്കണം. ഇയാളിങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇയാളുമായിട്ട് ഇടപഴകുന്ന ഇയാളുടെ വീട്ടിലുള്ള ഇയാളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ ഒന്ന് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പൊ റേഹ കമന്റ് ഇട്ട ആളെ എക്സ്പോസ് ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്തത് അല്ലെ? ഇത് കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഈ വീഡിയോ കണ്ട് എല്ലാവരും റേഹയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് അല്ലെ? എന്നാൽ സംഭവം നേരെ തിരിച്ചാണ് ഉണ്ടായത്. ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലെ ഭൂരിഭാഗം കമന്റുകളും റേഹയെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. ആദ്യം നീ നന്നാവും, എന്നിട്ട് മതി മറ്റുള്ളവരെ പറയും. SP-യിൽ നിനക്ക് പറയാനുള്ള അധികാരം ഉണ്ടെങ്കിൽ എഴുതാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട്. SP അല്ല മാഷെ, FB. എന്തേലും ആവട്ടെ. അല്ല, എന്തൊരു അവകാശം പറച്ചിലാണ് അല്ലേ? എന്തെഴുതാനുള്ള അവകാശം ഞങ്ങൾക്ക് ഉണ്ട് എന്നൊക്കെ. അതൊക്കെ വെറും തോന്നലാണ് ഇഷ്ടം. അങ്ങനെ നിങ്ങൾക്ക് വായ തോന്നിയതൊന്നും എഴുതി വെക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയോട് മലർന്ന് കിടക്ക് വെള്ളം വരുന്നത് കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നത് ക്രിമിനൽ ഒഫൻസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും വേണം. എന്നാലും അമ്മാവന്മാർ തമ്മിലുള്ള അന്തർധാരങ്ങളൊന്ന് നോക്കി, എന്തൊരു സപ്പോർട്ടാണ് അല്ലേ? ഇങ്ങനെ കാമം പുട്ടി നടക്കുന്ന കുറെ എണ്ണമുണ്ട് FB-യിൽ. ഇവരുടെ വിചാരം ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ്. അങ്ങനെ ഒരു കഥ ഇഷ്ടം. അടുത്ത കമന്റ് വായിച്ചു നോക്കാം. അതൊക്കെ എടുത്ത് വീഡിയോ ഇടുന്ന നിന്റെ തൊലിക്കട്ടിയെ. അതെ, കമന്റ് ഇട്ട ആളുടെ തൊലിക്കട്ടിക്ക് യാതൊരു പ്രശ്നമില്ല. അതിനെതിരെ സംസാരിച്ച പെൺകുട്ടിയുടെ തൊലിക്കട്ടിക്കാണ് പ്രശ്നം. എന്താ ഇപ്പൊ ഞാനിതിന് പറയാം? ഇതിനൊന്നും വലിയ തൊലിക്കട്ടിയൊന്നും വേണ്ട, പ്രതികരിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. പിന്നെ നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കണമെങ്കിൽ കുറച്ച് തൊലിക്കട്ടിക്കുള്ളത് നല്ലതാണ്. ഇവരൊക്കെ എന്താണെന്നറിയോ? ഈ കമന്റ് ഇട്ട ആളുടെ സമാന മനസ്കരായിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ വേണ്ടി വന്നാൽ അങ്ങനെയൊക്കെയുള്ള കമന്റ് ഇടും, അല്ലെങ്കിൽ ഇടാറുണ്ട്. അതുകൊണ്ടാണ് മറ്റേ കമന്റ് ഇട്ടവനെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയേക്കുന്നത്. അടുത്ത കമന്റ് വായിച്ചു നോക്കാം. അയാളെ കമന്റിൽ ന്യായീകരിക്കുന്നില്ല, പക്ഷെ നീ ആരെ കാണിക്കാനാണ് ഈ പുട്ടിയും ലിപ്സ്റ്റിക്കും ഇട്ട് വീഡിയോക്ക് മുന്നിൽ വരുന്നത്? എന്നിട്ട് പോരാത്തതിന് അതിന്റെ കൂടെ ഒരു മക്കനെയും. ഇത് മറ്റേ നീ ജീൻസ് ഒക്കെ ഇട്ട് നടക്കുന്നത് കൊണ്ടാണ്, നിന്റെ വസ്ത്രധാരണ ശരിയല്ലാത്തത് കൊണ്ടാണ് നീ പീഡിപ്പിക്കപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ പോലെയായി. ഈ പണ്ട് കാലത്തെ ലൈംഗിക പീഡനങ്ങളൊക്കെ തുടർക്കഥയായിരുന്ന സമയത്ത് എല്ലാവരും കുറ്റം പറഞ്ഞിരുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചായിരുന്നു അല്ലെ? അന്ന് പീഡിപ്പിച്ച ആൾക്ക് കുറ്റമൊന്നുമില്ല, അവരുടെ വസ്ത്രമായിരുന്നു പ്രശ്നം. അതേ ടൈപ്പ് കമന്റ് ആണിതും. ഈ സ്ത്രീ പുട്ടിയോ ലിപ്സ്റ്റിക്കോ മക്കനെയോ എന്ത് വേണേലും ഇട്ടോട്ടെ, നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ചൊറിച്ചില്? അവർ ലിപ്സ്റ്റിക് ഇട്ട് വീഡിയോ ചെയ്തതിന് നിങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസവും കമന്റ് ചെയ്യാന്നാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അടുത്ത കമന്റ് വായിച്ചു നോക്കാം. അങ്ങനെ ഒരു കമന്റ് കിട്ടാൻ വേണ്ടിയാണ് നീ ആ വെള്ളം ഇട്ടത്. അയ്യ എന്റെ മോനെ, ഇങ്ങനെ ഒരു വീഡിയോ വരാൻ സാധ്യതയുണ്ട് എന്ന് കവിട് നിരത്തി നോക്കിയിട്ടാണോ അവർ തോട്ടിൽ വരുന്ന വെള്ളം വീഡിയോ അപ്ലോഡ് ചെയ്തത്? എന്താ ഇപ്പൊ കഥ? ഈ കമന്റ് ഇട്ട് നിങ്ങളെ പോലെ എല്ലാറ്റിനും എക്സ്ട്രീം ഡബിൾ മീനിങ് കണ്ടെത്തുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാവരും എന്ന് കരുതിയോ? എന്തായാലും ഇങ്ങനെയുള്ള 100 കൂട്ടം കമന്റുകൾ ഉണ്ട്. ഇതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, റേഹയുടെ പഴയ ചില വീഡിയോസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അവിടെ എങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ട് കമന്റ് ഇടുന്നത് എന്നുള്ളതാണ്. റേഹയുടെ പീടികയുടെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്ത ഏതോ വയസ്സായ ആളെ റേഹ ചീത്ത വിളിച്ചതിനെ കുറിച്ച് ഒരുപാട് പേർ എടുത്ത് പറയുന്നുണ്ട്. നീ അങ്ങനെ ചെയ്ത പെണ്ണല്ലേ, നിനക്കിതൊന്നും കിട്ടിയാൽ പോരാ, അനുഭവിച്ചോ എന്ന രീതിയിൽ കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാണെങ്കിൽ, ആദ്യം ഇതും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത് എന്നുള്ളതാണ്. റേഹയുടെ ഭാഗത്ത് എന്തെങ്കിലും മോശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് വിമർശിക്കണം. പക്ഷെ അതിനുള്ള സമയം ഇതായിരുന്നില്ല. തോട്ടിലൂടെ ഒഴുകുന്ന വെള്ളം കാണിച്ചപ്പോൾ മലർന്ന് കിടക്ക്, നിനക്ക് വേറെ വെള്ളം വരുന്നത് കാണിച്ചു തരാമെന്ന് കമന്റ് ചെയ്തിട്ട ഒരു മനുഷ്യനുണ്ട് ഇവിടെ. അത്രക്കും വളകറായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പ്രകോപനവും ഇല്ലാതെയാണ് അയാൾ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത്. സോ തീർച്ചയായും ആ ഒരു വിഷയം തന്നെയായിരുന്നു നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത്. അതല്ലാതെ ആ സമയത്ത് റേഹയുടെ പഴയകാല വീഡിയോകളെല്ലാം കുത്തിപ്പൊക്കി കമന്റ് ഇടുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. നാളെ നിങ്ങളുടെ പെൺമക്കളുടെ ഫോട്ടോയുടെ കീഴിലും ഇങ്ങനെയുള്ള കമന്റ് വരുമ്പോഴേ ഇതിനൊക്കെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അത്രയൊക്കെ എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളൂ. എന്താണെന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.